so this is me Nija and welcome to Rectify English. നമ്മൾ റെക്ടിഫൈ ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ ടിപ്സ്, അതേപോലെ തന്നെ സീക്രട്സ് ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ്, എങ്ങനെ നമുക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് സംസാരിക്കാം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടുതലായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്ത് നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പം ഇനി വരുന്ന ക്ലാസ്സസ് എല്ലാം നിങ്ങൾക്ക് നേരത്തെ തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പം വൺസ് അഗെയിൻ വെൽക്കം ടു റെക്ടിഫൈ ഇംഗ്ലീഷ്. ഇന്ന് നമ്മൾ റെക്ടിഫൈ ഇംഗ്ലീഷിൽ ഡേ 1 നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് എങ്ങനെ ഒരാളെ ഗ്രീറ്റ് ചെയ്യാം എന്നുള്ളതാണ്. ഈ ഗ്രീറ്റിംഗ് എന്ന് പറയുന്ന സമയത്ത് എന്താണ്, നമ്മൾ ഒരു കമ്മ്യൂണിക്കേഷനിൽ ഏറ്റവും ബിഗിനിങ് അല്ലെങ്കിൽ ഏറ്റവും ഒരു സ്റ്റാർട്ടിങ് കൊടുക്കുന്നതാണ് നമ്മൾ ഈ ഗ്രീറ്റിംഗ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രീറ്റിംഗ്സ് എങ്ങനെയാണെന്നും റെസ്പോൺസസ് എങ്ങനെയാണ് എന്നുള്ളതുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളും നിങ്ങളുടെ ഫ്രണ്ടും നിങ്ങളും കുറേ കാലത്തിന് ശേഷം കാണുകയാണ്, അല്ലെങ്കിൽ ഒരു ദിവസം കഴിഞ്ഞിട്ട് കാണുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഓഫീസിൽ നിങ്ങളുടെ കൊളീഗ്സിനെ കാണുകയാണ്, നിങ്ങളുടെ ഓഫീസിൽ നിങ്ങളുടെ ബോസിനെ കാണുകയാണ്. ഈ എല്ലാ സമയത്തും നിങ്ങളുടെ കോൺവെർസേഷൻ അല്ലെങ്കിൽ നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ ഗ്രീറ്റിംഗ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമുക്കത് ഗ്രീറ്റിംഗ്സ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതും, അതേപോലെ തന്നെ ഈ ഗ്രീറ്റിംഗ്സ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ വൺസ് വി റിസീവ് ദാറ്റ്, ഓക്കെ, നമ്മളത് റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ആ ഗ്രീറ്റിംഗ്സിന് റെസ്പോൺസസ് കൊടുക്കാൻ പറ്റും എന്നുള്ളതും കൂടെ നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം. നമുക്ക് ഗ്രീറ്റിംഗ്സ് എന്ന് പറയുന്ന സമയത്ത് മെയിൻലി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് നമ്മളുടെ ഗ്രീറ്റിംഗ്സിൽ 2 പാർട്ടായിട്ടാണ് ഗ്രീറ്റിംഗ്സിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഒന്നെന്ന് പറയുന്നത് ഇൻഫോർമൽ ആൻഡ് രണ്ടാമത്തേത് ഫോർമൽ ആയിട്ടുള്ള ഗ്രീറ്റിംഗ്സ് ആണ്. ഇതിൽ ഇൻഫോർമൽ ഗ്രീറ്റിംഗ്സ് കുറച്ചും കൂടെ സിമ്പിളാണ്, ഫോർമൽ ഗ്രീറ്റിംഗ്സ് നമ്മൾ കുറച്ചും കൂടെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് നോക്കേണ്ടതാണ്. അപ്പം ഈ ഇൻഫോർമൽ ഗ്രീറ്റിംഗ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മളുടെ ഫ്രണ്ട്സ്, നമ്മളുടെ ഫാമിലി, നമ്മളുടെ സിസ്റ്റേഴ്സ്, ബ്രദേഴ്സ്, നമ്മളുടെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ്, ഇങ്ങനെയുള്ള എല്ലാവർക്കും നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത്, ഫോർമൽ ഗ്രീറ്റിംഗ്സ് ആണ് നമ്മൾ ഇൻഫോർമൽ ഗ്രീറ്റിംഗ്സ് ആണ് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ആൻഡ് അറ്റ് ദ സെയിം ടൈം നമ്മൾ ഫോർമലിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ഹയർ അതോറിറ്റി, മീറ്റിംഗ്സ്, ഓഫീസ്, കൊളീഗ്സ്, ഇങ്ങനെയുള്ള ആളുകളടുത്താണ് നമ്മൾ ഫോർമൽ ആയിട്ടുള്ള ഗ്രീറ്റിംഗ്സ് കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് എന്താണ് ഈ ഇൻഫോർമൽ ഗ്രീറ്റിംഗ്സ്, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് ഇൻഫോർമലി ഒരാളെ ഗ്രീറ്റ് ചെയ്യാം. അപ്പോൾ ഇൻഫോർമൽ ഗ്രീറ്റിംഗ്സ് ആർക്കായിരുന്നു, ഫ്രണ്ട്സ്, ഫാമിലി, നമ്മൾ അത്രയും റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്തിരിക്കുന്ന ആളുകൾക്കാണ് നമ്മൾ ഇൻഫോർമൽ ഗ്രീറ്റിംഗ്സ് കൊടുക്കുന്നത്. അപ്പോൾ ഇൻഫോർമൽ ഗ്രീറ്റിംഗ്സ് നോർമലി നമ്മൾ ഇപ്പം ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ, നിനക്ക് സുഖമാണോ, നീ ഓക്കെ ആണോ, ഇങ്ങനെ പറയുന്നത് പോലെ തന്നെ നമുക്ക് ഇംഗ്ലീഷിൽ യൂസ് ചെയ്യാം. ഹായ്, ഹലോ, വാട്സാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയുണ്ട് എന്ന് ചോദിക്കുന്നതാണ്. അതേപോലെ തന്നെ ഹൗ ആർ യു, എന്തൊക്കെയാണ് വിശേഷങ്ങൾ, വാട്ട്സ് അബൌട്ട് ടുഡേ, ഇന്ന് എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള വേർഡ്സ് ഒക്കെ നമുക്ക് എന്തിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്, ഇൻഫോർമൽ ഗ്രീറ്റിംഗ്സിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ നമുക്ക് ഇൻഫോർമൽ ഗ്രീറ്റിംഗ്സിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന മറ്റ് കുറച്ച്, അതായത് കുറച്ച് കാലം കഴിഞ്ഞിട്ടാണ് നിങ്ങൾ നിങ്ങളുടെ ഒരു ഫ്രണ്ടിനെ കാണുന്നത്, അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം നൈസ് ടു മീറ്റ് യു, നിന്നെ കണ്ടതിൽ വളരെയധികം സന്തോഷം. അതേപോലെ തന്നെ ലോങ് ടൈം നോ സീ, കുറേ കാലമായല്ലോ നിന്നെ കണ്ടിട്ട്, ഇങ്ങനെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഇനി അതേപോലെ തന്നെ ഇങ്ങനെ നമ്മളോടാണ് ഒരാൾ വന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമുക്കാണ് ഒരു ഗ്രീറ്റിംഗ് ഇങ്ങോട്ട് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് അങ്ങോട്ട് റെസ്പോണ്ട് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് അതിനുള്ള ഒരു റിപ്ലൈ കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം നമ്മളാണ് റെസ്പോണ്ട് ചെയ്യേണ്ടത്, ഈ ഒരു കോൺവെർസേഷനിൽ നമ്മളാണ് റെസ്പോണ്ട് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ഹായ്, അതേപോലെ തന്നെ ഐ എം ഫൈൻ, താങ്ക് യു, ഞാൻ ഓക്കെയാണ്, പ്രശ്നമൊന്നുമില്ല. അതേപോലെ തന്നെ നമുക്ക് പറയാം നോട്ട് ബാഡ്, അതേപോലെ തന്നെ നമുക്ക് പറയാം ഐ എം നോട്ട് ഫീലിംഗ് വെൽ. അപ്പം ഇത് 3 ഘട്ടമാണ്. അപ്പം എങ്ങനെയാണ് നമുക്ക് ആ ഘട്ടങ്ങളിൽ ഡിവൈഡ് ചെയ്യാം, നല്ല രീതിയിൽ നമ്മൾ ഹാപ്പിയാണ് അല്ലെങ്കിൽ നല്ല ഒരു ഫൈൻ ഡേ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ഐ എം ഹാപ്പി, ഐ എം ഫൈൻ, ഐ എം ഓക്കെ. ഈ വേർഡ്സ് ഒക്കെ നമുക്ക് അവിടെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ നമ്മൾ അത്ര ഓക്കെ അല്ല, നമ്മൾ അത്ര പെർഫെക്റ്റ്ലി ഫൈൻ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം നോട്ട് ബാഡ് എന്ന് നമുക്ക് യൂസ് ചെയ്യാം. നമ്മൾ ഒട്ടും ഫൈൻ അല്ല, നമുക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ട്, അപ്പം ആരെങ്കിലും വിളിക്കുന്ന സമയത്ത് നമ്മൾ ഹെൽത്ത് ഇഷ്യൂസിലാണ്, അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ഐ എം നോട്ട് ഫീലിംഗ് വെൽ, ഐ എം നോട്ട് ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം. ഓക്കെ, അപ്പം ഇൻഫോർമൽ ഇത്ര മാത്രമേ വരുന്നുള്ളൂ. ജസ്റ്റ് ഒരു കാഷ്വൽ കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ഈ ഒരു വേർഡ്സ് എല്ലാം. ഇതൊക്കെ യൂസ് ചെയ്യുന്നത് നമ്മൾ സ്റ്റാർട്ടിങ്ങിലാണ്. ഓക്കെ, ഇതാണ് ഇൻഫോർമലിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഫോർമലാണ്.
ഫോർമൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഫോർമൽ നമുക്ക് കുറച്ചും കൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ട കാര്യമാണ്. അതായത് നമ്മളൊരു മീറ്റിങ്സിലൊക്കെ പോകുന്ന സമയത്ത്, നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മളൊരു കോൺഫറൻസിൽ റെപ്രസെൻറ്റ് ചെയ്യുന്ന സമയത്ത്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെയാണ് നമ്മൾ ഫോർമൽ ആയിട്ടുള്ള ഗ്രീറ്റിങ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ മിസ്റ്റേക്സ് വരുത്താതെ നോക്കുക എന്നുള്ളത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പം നമുക്ക് കുറച്ച് ഫോർമൽ ആയിട്ടുള്ള ഗ്രീറ്റിങ്സും അതിന് നമ്മൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യണം എന്നുള്ളതും നമുക്ക് ഈ ഒരു സമയത്ത് നമുക്കത് നോക്കാം. ഇനി ഫോർമലിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് ഫോർമൽ ഗ്രീറ്റിങ്ങിൽ ഏറ്റവും ബേസിക് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ്, ഗുഡ് നൈറ്റ്. ഇതിൽ ചില ആളുകൾക്ക് കൺഫ്യൂഷൻ ഉള്ളത് ഗുഡ് നൈറ്റ് എപ്പോഴാണ് പറയേണ്ടത്, അല്ലെങ്കിൽ നമുക്ക് രാത്രിയിലൊക്കെ ഗുഡ് നൈറ്റ് വെച്ചിട്ട് കോൺവേഴ്സേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമെന്ന് പല ആളുകളും നമ്മളടുത്ത് ചോദിക്കാറുണ്ട്. എന്നാൽ ഒരിക്കലും അത് പറ്റില്ല. നമ്മൾ ഈ ബെഡിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മുടെ കോൺവെർസേഷൻ്റെ നൈറ്റിൽ എൻഡിങ്ങിൽ മാത്രമാണ് നമുക്ക് ഗുഡ് നൈറ്റ് യൂസ് ചെയ്യാൻ പറ്റുന്നത്. നമ്മളൊരു കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഈവൻ നൈറ്റ് ആണെങ്കിൽ പോലും നമ്മൾ എന്ത് വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുക? ഗുഡ് ഈവനിങ് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം അത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി ഗുഡ് മോർണിംഗും ഗുഡ് ഈവനിങ്ങും ഒന്നും അല്ലാതെ നമുക്ക് കുറച്ചും കൂടെ ഓഫീസിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ കുറച്ചും കൂടെ ഗുഡ് മോർണിംഗിൻ്റെ കൂടെ തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ചും കൂടെ ഗ്രീറ്റിങ്സ് നമുക്ക് ഫോർമലായിട്ട് നോക്കാം. ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ ഒന്നും അല്ലാതെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഫോർമലാണ്. നമുക്ക് ഹൗ ആർ യു ഇവിടെയും നമുക്ക് യൂസ് ചെയ്യാം, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ. അതേപോലെ തന്നെ ഹൗ ആർ യുവിൻ്റെ വേറൊരു രീതിയാണ് ഹൗ ഡു യു ഡു, ഇങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ നൈസ് ടു മീറ്റ് യു, ഐ എം സോ ഹാപ്പി ടു മീറ്റ് യു, ഗ്ലാഡ് ടു മീറ്റ് യു, ഇങ്ങനെയുള്ള വേർഡ്സൊക്കെ നമുക്ക് എവിടെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്? ഒരു മീറ്റിങ്ങിലൊക്കെ പോകുന്ന സമയത്ത് നമ്മളുടെ ബഡീസിനെയോ, അല്ലെങ്കിൽ നമ്മളുടെ നമ്മളുടെ വളരെ സിമിലർ ആയിട്ടുള്ള ആളുകൾ, അതേപോലെ തന്നെ ഓഫീസേഴ്സ്, ഇങ്ങനെയുള്ള ആളുകളൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വേർഡ്സാണ് ഇതൊക്കെ. ഇനി നമുക്ക് ഈ ഒരു ഫോർമലിൽ തന്നെ നമ്മളോടാണ് ഒരാൾ വന്നിട്ട് പറയുന്നത് നൈസ് ടു മീറ്റ് യു, അല്ലെങ്കിൽ ഐ എം സോ ഗ്ലാഡ് ടു മീറ്റ് യു, ഐ എം സോ ഗ്ലാഡ് യു ആർ ഹാപ്പി ടുഡേ, ഇങ്ങനെയൊക്കെ നമ്മളോടാണ് ഒരാൾ വന്ന് പറയുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് എങ്ങനെ റെസ്പോൺസസ് കൊടുക്കണം എന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് റെസ്പോൺസ് ആണ് ഹൗ യു എന്ന് ചോദിക്കുന്ന സമയത്ത് ഐ എം ഫൈൻ എന്ന് പറയാം, അല്ലെങ്കിൽ ഐ എം ഡൂയിങ് വെൽ എന്ന് പറയാം. ഹൗ ഡു യു ഡു എന്ന് ചോദിക്കുന്ന സമയത്ത് ഐ എം ഡൂയിങ് വെൽ എന്ന് പറയാം. അതേപോലെ നൈസ് ടു മീറ്റ് യു എന്ന് പറയുന്ന സമയത്ത് താങ്ക് യു സോ മച്ച് ആൻഡ് ഹൗസ് അബൌട്ട് യു എന്ന് തിരിച്ച് നമ്മൾ അങ്ങോട്ട് ചോദിക്കാം. അപ്പം ഫോർമലിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് നോക്കേണ്ട ഒരു കാര്യമാണ്, അവർ നമ്മളെ ഇങ്ങോട്ട് വിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു താങ്ക് യു പറഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ടും കൂടെ വിഷ് ചെയ്ത് കഴിഞ്ഞാൽ അതാണ് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു രീതി എന്ന് പറയുന്നത്. സോ നൈസ് ടു മീറ്റ് യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താങ്ക് യു സോ മച്ച് ആൻഡ് ഹൗസ് അബൌട്ട് യു, അല്ലെങ്കിൽ ഹൗ ആർ യു, ഇസ് എവറിത്തിങ് ഓക്കെ എന്ന് നമുക്ക് അങ്ങോട്ട് ചോദിക്കാൻ പറ്റുന്നതാണ് ഈ ഒരു ഫോർമൽ എന്ന് പറയുന്നത്. ഇൻഫോർമലും നമ്മൾ അത് ചോദിക്കാം, പക്ഷേ നോർമലി നമ്മൾ കണ്ടുവരുന്നത് ഫോർമലാണ്. അപ്പം ഇതൊക്കെയാണ് റെസ്പോൺസസ് എന്ന് പറയുന്നത്. ഇൻഫോർമലും ഫോർമലും ഗ്രീറ്റിങ്സ് എങ്ങനെയാണെന്ന്, അതിൻ്റെ റെസ്പോൺസസ് എന്താണ് എന്നുള്ളതും ചെറുതായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇത് വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ഇൻഫോർമൽ ആൻഡ് ഫോർമൽ ഗ്രീറ്റിങ്സ് ആണ്. അപ്പം എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ആർക്കെങ്കിലും അഡ്വാൻസ് ലെവലിലും അറിയാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അഡ്വാൻസ് ലെവൽ ഗ്രീറ്റിങ്സ് വേണം എന്നുണ്ടെങ്കിൽ ഡു കമൻറ്റ് ബിലോ, നമ്മൾ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പം ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇംഗ്ലീഷ് പേഴ്സണൽ ട്രെയിനിങ് വേണം, എൻ്റെ കൂടെ സംസാരിച്ച് പഠിക്കണം, അല്ലെങ്കിൽ റെക്ടിഫൈഡ് ടീമിൻ്റെ കൂടെ പഠിക്കണം എന്ന് താല്പര്യമുള്ള ആളുകൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. നമ്മൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആയിക്കോട്ടെ, പേഴ്സണൽ മെൻറ്ററിങ് ആയിക്കോട്ടെ, ഇൻ്റർവ്യൂസ് ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പേഴ്സണലി ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കണക്ട് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ നമ്മൾ ഇനി വരുന്ന ക്ലാസ്സസിൽ ആൽഫബറ്റ്സ് തൊട്ട് നമ്മൾ ഗ്രാമേഴ്സും വൊക്കാബുലറീസും അതേപോലെ പ്രൊനൗൺസിയേഷൻസ് ഇങ്ങനെയുള്ള എല്ലാ ക്ലാസ്സസും നമ്മൾ പോകുന്നതായിരിക്കും. അപ്പം നമ്മളുടെ ക്ലാസ്സസ് ഒക്കെ വേഗം കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് അത്രയും വാല്യുബിൾ ആണ്. സോ ഡു സപ്പോർട്ട് us. താങ്ക് യു സോ മച്ച്.